ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് 6ാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിലെ ഒരു പ്രവർത്തനവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ്. കുറുന്തോട്ടിയാണ് കൂട്ടുകാരെ ഇത്. എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ഈ കുറുന്തോട്ടിയും പച്ചത്തിരുതാളിയും, ഇതാണ് പച്ചത്തിരുതാളി, ഇത് രണ്ടും കൂടി ചേർത്തരച്ച് തലയിലെ ചളിയൊക്കെ കളയും. ഷാമ്പുവിന് പകരം ഉപയോഗിച്ചിട്ടുള്ള 2 ചെടികളാണ് ഇത്. ഇന്ന് ഈ 2 ചെടികളും ആരും അങ്ങനെ ഉപയോഗിക്കുന്നില്ല. ഇത് മഞ്ഞപ്പൂവുള്ള മുക്കുറ്റിയാണ്, നാടൻ മുക്കുറ്റി. ഇത് ഒരുപാട് ഔഷധ ഗുണമുള്ള ഒരു ഔഷധ സസ്യമാണ്. ഓണത്തിന് ഇത് നിറച്ചു പൂക്കും. ഓണക്കാലം വരുന്നതിന് മുമ്പേ തന്നെ പൂത്തു തുടങ്ങും. മുക്കുറ്റിച്ചാന്ത് വിശേഷപ്പെട്ടതാണ്. ഇപ്പോൾ ആരും അങ്ങനെ ഉപയോഗിക്കുന്നില്ല. ഇത് കാട്ടുചേനയാണ്, ഒരിലച്ചേന എന്നും അറിയപ്പെടും. ഇതിൻ്റെ തണ്ടിനൊരു പ്രത്യേക നിറമാണ്. ഇത് ചൊറിയണം അല്ലെങ്കിൽ കഞ്ഞിത്തൂവ, കഞ്ഞിവെള്ളത്തിൽ കറി വെച്ച് ഉപയോഗിച്ചാൽ നല്ലതാണ്. ഇപ്പോൾ ആരും ഉപയോഗിക്കുന്നില്ല. ഇത് അകിലാണ്, ഊതുമരം എന്നും അറിയപ്പെടുന്നു. ഇത് പനിക്കൂർക്ക ധാരാളം ഇങ്ങനെ വളർന്നു കിടപ്പുണ്ട്. എളുപ്പത്തിൽ ഒടിഞ്ഞു പോകുന്ന തണ്ടാണ്. പനിക്കും ചുമയ്ക്കും ഒക്കെ ഉപയോഗിച്ചു വന്നിരുന്നു. ഇപ്പോൾ ആരും ഉപയോഗിക്കുന്നില്ല. ഇത് കുന്നിയാണ്. കുന്നി വേലിയിൽ ഇങ്ങനെ പടർന്നുണ്ടാവും. നീര് പോവാനൊക്കെ ഉപയോഗിച്ചിരുന്നു. കുന്നിക്കുരു വിശേഷപ്പെട്ടതാണ്. കുന്നിയില ഇപ്പോൾ ആരും അങ്ങനെ ഉപയോഗിക്കുന്നില്ല. ഇത് മത്തയിലയാണ്. ഇത് ഇപ്പോഴും ആളുകൾ മത്തങ്ങയ്ക്ക് വേണ്ടി വളർത്തുന്നുണ്ട്. ഈ ഒരു മാവ് നാട്ടുമാവാണ്. ഇതിൽ ചെറിയ മാങ്ങകളാണ് കഴിക്കാറ്. കടുമാങ്ങയ്ക്കായി ഉപയോഗിക്കുന്നു. ഇപ്പോൾ അധികം വീടുകളിലും ഇതില്ല, കുറഞ്ഞു വരികയാണ് ഈ ഒരു മാവിനം. നാടൻ മുരിങ്ങ, കായയില്ലാത്ത മുരിങ്ങ, ഇത് കറിവെക്കാൻ മാത്രമായി ഒടിച്ചു വളർത്തുന്ന ഒരിനം. ഇപ്പോൾ അധികവും വീടുകളിൽ ഇത് ഇല്ല. കായ്ക്കുന്ന മുരിങ്ങയാണ് അധികം. ഇത് പുത്തരിച്ചുണ്ടയാണ്. പുത്തരിച്ചുണ്ടയെന്നും പുണ്യാഹച്ചുണ്ടയെന്നും 2 തരം ചുണ്ടയുണ്ട്. വയലറ്റ് നിറത്തിലും വെള്ള നിറത്തിലും. ഇതിൻ്റെ കറി, വിത്ത് ഒക്കെ വിശേഷപ്പെട്ടതാണ്. ഔഷധ ഗുണമുള്ളതാണ്. ഇതിപ്പോൾ അധികം പേരും ഇതിനെ മറന്നു തുടങ്ങിയിരിക്കുന്നു. ആരും അങ്ങനെ ഉപയോഗിച്ച് കാണുന്നില്ല. ഇത്തരം സസ്യങ്ങളൊക്കെ പഴമക്കാർക്ക് വളരെ വേണ്ടപ്പെട്ട സസ്യങ്ങൾ ആയിരുന്നു. ആ പദസമ്പത്തും ഇപ്പോൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഞാൻ ഇപ്പോൾ പരിചയപ്പെടുത്തിയ സസ്യങ്ങളുമായി ബന്ധപ്പെട്ട പദസമൂഹമാണ് ഇനി പരിചയപ്പെടുത്താൻ പോകുന്നത്. മലയാള പദങ്ങൾ. ഈ ചെടികൾ അന്യം നിന്ന് പോയാൽ ആ പദങ്ങളും നമ്മുടെ ഓർമ്മകളിൽ നിന്നും മറഞ്ഞു പോകും. കുറെയൊക്കെ മറഞ്ഞു പോയിട്ടും ഉണ്ട്. കൂട്ടുകാർ അത് മനസ്സിലാക്കുമല്ലോ. ഇനി ആ പദങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താം. ചെറുചുണ്ട, പുത്തരിച്ചുണ്ട, പുണ്യാഹച്ചുണ്ട, ചുണ്ടപ്പൂവ്, ആനച്ചുണ്ട, ചുണ്ടങ്ങ, ചുണ്ടയ്ക്ക, ഇതൊക്കെ ചുണ്ടച്ചെടിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. മാവുമായി ബന്ധപ്പെട്ട പദങ്ങൾ ഇപ്പോഴും കുറെ നിലനിൽക്കുന്നുണ്ട്. മാവ്, മാമ്പഴം, മാവില, മാവിൻപൂ, മൂച്ചി, മാങ്ങാത്തൊലി, മാങ്ങാണ്ടി, കണ്ണിമാങ്ങ, ഉണ്ണിമാങ്ങ, മാങ്ങ, പഴം, മാമ്പഴക്കാലം, പച്ചമാങ്ങ. ഇതിൽ അധികവും നമ്മൾ ഇപ്പോഴും ഉപയോഗിച്ച് വരുന്നു. കുന്നി, കുന്നിവാക, കുന്നിയില, കുന്നിവള്ളി, കുന്നിക്കുരു, ഇതൊക്കെ കുന്നിക്കുരു ഒഴിച്ച് ബാക്കിയൊക്കെ ഇപ്പോൾ ഉപയോഗിക്കാതെ പോയിട്ടുണ്ട്. പനിക്കൂർക്കയുടെ കാര്യമെടുത്താൽ പനിക്കൂർക്ക എന്ന് മാത്രമേ നമുക്ക് അറിയുന്നുള്ളൂ. ഉപയോഗം കുറവാണ്. കണക്കൂർക്ക എന്നുകൂടി അത് അറിയപ്പെടുന്നുണ്ട്. കണ എന്നാൽ കഫം. കഫം പോകാൻ ഉപയോഗിക്കുന്ന, പനിയും ചുമയും വന്നാലൊക്കെ ഉപയോഗിക്കുന്ന കൂർക്കയാണല്ലോ. പനിക്കൂർക്ക, കഞ്ഞിക്കൂർക്ക, കണക്കൂർക്ക, പനിക്കൂർക്ക ഇല, പനിക്കൂർക്ക തണ്ട്, പനിക്കൂർക്ക കഷായം, പനിക്കൂർക്ക നീര്, പനിക്കൂർക്ക വെള്ളം. മുരിങ്ങയുമായി ബന്ധപ്പെട്ട കുറേ പദങ്ങളൊക്കെ ഇപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. മുരിങ്ങ, മുരിങ്ങയില, മുരിങ്ങക്കായ, മുരിങ്ങപ്പൂവ്, മുരിങ്ങത്തൊലി, മുരിങ്ങത്തണ്ട്. പിന്നെ മത്തൻ. മത്തനുമായി ബന്ധപ്പെട്ട കുറെ പദങ്ങൾ ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. മത്തൻ, മത്തങ്ങ, മത്തൻ കുത്തിയാൽ കുമ്പളം മുളയ്ക്കില്ല എന്നുള്ള ചൊല്ല്. പഴുത്ത മത്തൻ, പച്ചമത്തൻ, മത്തയില, മത്തങ്ങാക്കറി, മത്തങ്ങ പായസം. ചൊറിയണം എന്ന ചെടി, അതുമായി ബന്ധപ്പെട്ട ഏകദേശം പദങ്ങളും മറഞ്ഞു കഴിഞ്ഞു. നോക്കൂ, ചൊറിയണം കൊടിത്തൂവ എന്നറിയപ്പെടുന്നു, കൊടുത്ത എന്നറിയപ്പെടുന്നു, കടിത്തൂവ എന്നറിയപ്പെടുന്നു. അത്
ചൊറിയും, അതുകൊണ്ട് കടിക്കും, കടിത്തൂവ എന്ന് അറിയപ്പെടുന്നു. വള്ളിച്ചൊറിയണമെന്നും അത് അറിയപ്പെടുന്നു. കൊടിത്തൂവ, വള്ളിച്ചൊറിയണം. പിന്നെ മുക്കുറ്റി, മുക്കുറ്റിപ്പൂവ്, മുക്കുറ്റിവേര്, മുക്കുറ്റിയില, മുക്കുറ്റിലേഹ്യം, മുക്കുറ്റി ചാന്ത്. ചന്ദനത്തിന് പകരം ഉപയോഗിച്ചിരുന്ന ഒരു ചെടിയാണ് അകിൽ. അകിലുമായി ബന്ധപ്പെട്ട് വെള്ള അകിൽ, ചുവന്ന അകിൽ, ഊതുമരം, ദൈവമരം, അഗർമരം എന്നിങ്ങനെ അറിയപ്പെടുന്നു. അതൊന്നും ഇപ്പോൾ പ്രചാരത്തിൽ ഇല്ല എന്നാണ് എൻ്റെ ഒരു അറിവ്. കാട്ടുചേന അറിയപ്പെടുന്നത് വ്യാളിത്തണ്ടൻ എന്നാണ്. വ്യാളിത്തണ്ടൻ അതൊന്നും ഇപ്പോൾ ആരും ഉപയോഗിക്കുന്നില്ല. ഒരിലച്ചേന എന്നും അറിയപ്പെടുന്നു. ചില ചെടികൾ വിഷം ഉള്ളതാണെന്ന് പറയപ്പെടുന്നു. അത് മേന്തോന്നി, അജാളി, ആവണക്ക്, പാടത്താളി, വാൽമുളക് ഇതിനൊക്കെ വിഷമുണ്ടത്രേ. അടുത്ത ഭാഗത്ത് കുറച്ചും കൂടി സസ്യങ്ങളും അവയുമായി ബന്ധപ്പെട്ട പദങ്ങളും പരിചയപ്പെടുത്താം.